ഹായ്, ഞാൻ ശ്രീറാം. അരയാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോഡ് ഗോഡ് ഗോഡ്, ദൈവമേ നല്ല ആട്, വിജയുടെ ആട് ഇന്ന് പോയി കണ്ടു രാവിലെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടം, നല്ലൊരു പടം ആകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്തോ ഓവറോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഓവറോളായിട്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടും ട്രെയിലർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, വെങ്കട് പ്രഭു മങ്കാതയ്ക്ക് കൊടുത്ത ഒരു ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമായ ചെന്നൈ 6028 ആണെങ്കിലും ശരി, സരോജ എന്ന പടത്തിലൊക്കെ ആണെങ്കിലും ശരി, മങ്കാതയോടെ വെങ്കട് പ്രഭുവിൻ്റെ സ്റ്റഫ് തീർന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, സീരിയസ് ആയിട്ടും. കാരണം ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റിയിരിക്കുകയാണ് വെങ്കട് പ്രഭു. സ്ക്രിപ്റ്റ് തന്നെ ഇതുവരെ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരിക്കുന്നതിൻ്റെ സത്യം പറഞ്ഞാൽ നമുക്ക് ട്രാജഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വിജയ് എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് അറിയില്ല. കാരണം വിജയ് ഈസ് ഓക്കെ. കാരണം വിജയ് ഇപ്പം നമ്മളിപ്പം മമ്മൂട്ടിയുടെ പടം നോക്കിയാലും മോഹൻലാലിൻ്റെ പടം നോക്കിയാലും എല്ലാവരും നല്ല രീതിയിൽ അവരുടെ അഭിനയത്തിലൊന്നും ഞാൻ എതിര് പറയത്തില്ല. പക്ഷേ ഇത്രയും വാല്യുബിൾ ആയിട്ടൊരു ഡേറ്റ് കിട്ടിയിട്ടും ഇത്രയും മോശമായിട്ട് സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെ എടുത്തിട്ടുണ്ടെങ്കിൽ, ആളുകളിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഉത്തരവാദി എന്ന് പറയുന്നത് വെങ്കട് പ്രഭു തന്നെയാണ്. പിന്നെ അതുപോലെ പാട്ട്, ഞാൻ ഇതിൽ റിലീസ് ചെയ്യാൻ 1-2 പാട്ടുകൾ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പാട്ടുകളും അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. യുവൻ ശങ്കർ രാജയുടെ അടുത്ത് പണി നിർത്താനൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ നല്ല രീതിയിൽ ആളുകൾക്ക് റീച്ചാകുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം അനിരുദ്ധ് ചെയ്യുന്ന പോലെ നമ്പർ 1 കോപ്പി ക്യാറ്റാണ് അനിരുദ്ധ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് അതിൻ്റെ രീതിയിൽ ആളിലോട്ട് റീച്ചാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഇപ്പം ഇതിലെ സോങ്സ് റീച്ചായില്ല എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഓക്കെയാണ് കേട്ടോ, നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഭയങ്കരമായ ആക്ഷൻ സീക്വൻസ് ഒക്കെ. പക്ഷേ ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇത്രയും ഇതൊരു ആവശ്യമില്ലാത്തടത്ത് കുത്തി കയറ്റിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ മസാല, തൃഷയുണ്ട്, ശിവകാർത്തികൻ വരുന്നുണ്ട്, MS ധോണി വരുന്നുണ്ട്. ഏറ്റവും എനിക്ക് സങ്കടമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ ഈ IPL ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ മുംബൈ ഇന്ത്യൻസുമാണ് ചില കാല വൈരികളെന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള IPL ഇന്ത്യ പാക് മത്സരം പോലെ ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഒരിക്കലും ഒരു ക്രിയേറ്റർ അത് എടുക്കാൻ പാടില്ല. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റി കാണുന്നതിന് പകരം ഒരു തമിഴൻ എന്ന് പറയുന്ന ഒരു ഇതും അപ്പുറത്ത് അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, വിജയുടെ തലൈബ സിനിമയിലൊക്കെ തന്നെ പണ്ടത്തെ കമൽഹാസന്റെ നായകൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ തന്നെ ഇതേ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ക്രിയേറ്റർ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ സിനിമ കൊള്ളാമോ ഇല്ലയോ അത് ഞാൻ പറയാൻ ആളല്ല. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വന്നു. കാരണം രാവിലെ ഉറക്കം വളച്ചൊക്കെയാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഉറക്കം വന്നു എന്ന കാര്യം സത്യമാണ്. പിന്നെ അനാവശ്യമായിട്ട് ഈ സ്റ്റാർ കാസ്റ്റൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ടൊന്നും ഒരു സിനിമ ഓടത്തില്ല. സിനിമ നല്ല കാമ്പുള്ള സ്ക്രിപ്റ്റാണ്, അങ്ങനെ നല്ല രസകരമായിട്ട് അത് എടുത്തിട്ടുണ്ട്, ആളുകളിലോട്ട് അത് റീച്ചായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ സിനിമ നിൽക്കുകയുള്ളൂ. ഇപ്പം വിജയുടെ ഒരു സ്റ്റാർ കാസ്റ്റ് നമ്മളിപ്പോൾ അടുപ്പിച്ച്, ഞാൻ തുറന്നു പറയുന്ന കാര്യമാണ്. ഇപ്പം വിജയ് ഫാൻസിന് ഇഷ്ടപ്പെട്ടാലും ആർക്കും ഇഷ്ടപ്പെട്ടാലും ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ വിജയുടെ ലാസ്റ്റായിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും കിടിലം പടം ഞാൻ വിശ്വസിക്കുന്ന പടം തുപ്പാക്കിയാണ്. അതിനുശേഷം കുറച്ചുകൂടെ അല്പം താഴ്ന്നു നിൽക്കുന്ന ഒരു പടമാണ് കത്തി. ലുക്ക്, അതിനുശേഷം നമ്മൾ ഏത് പടങ്ങൾ എടുത്താലും, ഇപ്പം മെഴ്സൽ എടുത്താലും തെറി എടുത്താലും എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റാണ്. ബട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഞാനൊരു എന്താ പറയുക, ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ കോയമ്പത്തൂർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഇതുപോലെ തന്നെ ഞാൻ വിജയുടെ എല്ലാ പടങ്ങളും, സച്ചിനൊക്കെ ആ സമയത്ത് ഇറങ്ങി റിലീസായ പടങ്ങളുണ്ട്, പോക്കിരി. അപ്പോൾ തുപ്പാക്കിക്ക് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ അത്രയും ഇതായിട്ടുള്ളൊരു സിനിമ വിജയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ അതിൻ്റെ കളക്ഷൻ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, അതും സത്യമാണ്. ഇതൊന്നും വിജയുടെ പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് കൊടുക്കുക എന്നത് മാത്രമാണ്. ഇപ്പം സർക്കാർ സിനിമ ആലോചിച്ച് നോക്കി അറിയാം, പുള്ളി എന്ത് ക്യൂട്ടാണ്, പുള്ളിയുടെ റോള് പുള്ളി കൃത്യമായിട്ടും ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് അൺസഹിക്കബിളായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, AI ക്രിയേഷനായിട്ടുള്ള വിജയുടെ ഒരു മകനായിട്ട് വരുന്നൊരു സംഭവമൊക്കെയാണ്. അത് വർക്ക് മോശമായി പോയി. അത് തീരെ ആളുകൾക്ക് നമ്മളിലോട്ട് എത്തുന്നില്ല. ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ചെയ്തതിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വിജയകാന്തും അങ്ങനെ RG മഹേന്ദ്രയൊക്കെ AIയിൽ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് അൺസഹിക്കബിൾ.
അതായത് ടക്ക് ടക്ക് ഏറുന്ന എന്നൊക്കെയാണ് വെങ്കട് പ്രഭു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ടക്ക് ടക്ക് ഇറങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ പടം വിജയ് ആസ്വാദകർക്ക് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് പേരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫാൻസ് തന്നെ ഒരുപാട് പേര് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അവരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് ഞാൻ പറയുന്ന കാര്യം ടോട്ടലായിട്ട് ഓൺ ടൈം വാച്ചബിൾ പോലും ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അപ്പോൾ എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു പടത്തിൻ്റെ ഇതുമായിട്ട് കാണാം. ഗുഡ് ബൈ.